ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തൊരു വീഡിയോ അല്ല, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നേ പ്ലാൻ ചെയ്തൊരു വീഡിയോ അല്ല. പക്ഷേ കുറേ കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാവും, കൺഫേം ആയിട്ട് ഉപകാരപ്രദമാവും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ OnePlus 9 Proയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടല്ലോ, പാതി ഡിസ്പ്ലേ പോയി, പാതി ഡിസ്പ്ലേ ഉണ്ട്. ടച്ച് വർക്കാവും, പക്ഷെ പാതി കാണാൻ പറ്റില്ല. ഈ ഒരു ഫോണിൻ്റെ അകത്ത് എൻ്റെ ഏകദേശം ഒരു 6-7 മാസത്തെ പുതിയ ഡേറ്റാസ് മൊത്തം ഉണ്ട്. അതൊന്നും അപ്ഡേറ്റും ആയിരുന്നില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ഫയൽസ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇൻ കേസ് എനിക്കിതിനെ ക്ലോൺ ചെയ്ത് വേറൊരു ഫോണിലേക്ക് ആക്കണമെങ്കിൽ പോലും പാതി ഡിസ്പ്ലേ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം പാതി ആപ്ലിക്കേഷൻസ് എവിടെയാണ്, പിന്നെ ആ ഒരു ക്ലോൺ ആപ്പിൻ്റെ സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ബട്ടണും ഇതിൻ്റെ ഈ ബ്ലാക്ക് ഉള്ള ഭാഗത്താണുള്ളത്. അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, മൊത്തത്തിലൊരു വല്ലാത്തൊരു അവസ്ഥയായി. അപ്പോൾ ഇതെങ്ങനെ വീണ് പൊട്ടി എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാനൊരു ദിവസം ഇവിടെ നിന്ന് ഓട്ടോയിൽ പോയപ്പോൾ നമ്മൾ പിന്നെ ഷോ ഓഫൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മടിയിലൊക്കെ എടുത്ത് ഫോൺ വെച്ചിരുന്നു. എന്നിട്ട് അതിനെടുത്ത് പോക്കറ്റിനകത്ത് വെക്കാണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 1/2 മീറ്റർ ഡിസ്റ്റൻസ് ആണ്, ജസ്റ്റ് ഒന്ന് പ്ലക്ക് എന്ന് പറഞ്ഞ് വീണു. ഒരു കല്ലിൽ വന്നാണ് കൊണ്ടത്. എനിക്ക് ആ സൗണ്ട് ഇപ്പോഴും എൻ്റെ കാതിലുണ്ട് കേട്ടോ. അതായത് ഒരു ഗ്ലാസ്സിൽ ഒരു കല്ലിൻ്റെ ടിപ്പ് എടുത്തിട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ഭയങ്കര കിഡില സൗണ്ടായിരുന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ, ഇതിൻ്റെ പാതി പോയി. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യും, എങ്ങനെ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഡേറ്റ മൊത്തം വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഫോൺ ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഞാൻ ചെയ്ത ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ഡെവലപ്പർ മോഡ് ഓൺ ആക്കിയതിന് ശേഷം അതിനകത്ത് USB ഡീബഗ്ഗിങ് ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഒരു ടിപ്പും കൂടിയാണ്, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിങ്ങൾ എപ്പോഴും USB ഡീബഗ്ഗിങ് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. അത് സേഫ്റ്റി ഇഷ്യൂ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങളുടെ ഡിസ്പ്ലേ താറുമാറാ പൊട്ടിപ്പോയി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ആരെങ്കിലും പാസ് ചെയ്ത് പോയി, ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ തട്ടി നിങ്ങളുടെ ഫോൺ ഇപ്പോൾ തറയിൽ വീണ് പൊട്ടി, ഹാഫ് പോയി, ഡിസ്പ്ലേ പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനായിട്ടാണ് ഞാൻ പറഞ്ഞത് USB ഡീബഗ്ഗിങ് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഫോണിൻ്റെ അകത്തുനിന്നുള്ള ഡേറ്റാസും ഈ ഫോൺ എങ്ങനെ ആക്സസ് ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു പ്രോഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ റൺ ആവുന്ന ഒരു സോഫ്റ്റ്വെയർ, ടെനോർഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഫോൺ മിറർ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് സ്ക്രീൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ഫോർ ആൻഡ്രോയിഡ് ടു PC ആൻഡ് മാക്കിൻ്റെ അകത്ത് സപ്പോർട്ട് ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീനിനെ നമുക്ക് വലുതായിട്ട് കാണാനും ഗെയിം കളിക്കാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും ഒക്കെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കൂടി കൊടുത്തിട്ടുണ്ട്. മൂവി ഓൺ ബിഗ്ഗർ സ്ക്രീൻ, പ്ലേ ഗെയിംസ്, ഷെയർ സ്ക്രീൻ വിത്ത് ഫാമിലി, ഓൺലൈൻ ക്ലാസ്, ഡു പ്രസൻറ്റേഷൻ, മൾട്ടി ഡിവൈസ് കൊളാബറേഷൻ, ലൈവ് റെക്കോർഡിംഗ് സ്ക്രീൻ, കോൺഫറൻസ് ഷെയറിംഗ്, ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്തുള്ളത് അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ടെനോർഷെയർ എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്തു എൻ്റെ ലാപ്ടോപ്പിൽ. എന്നിട്ട് ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോൺ മിറർ എന്ന് പറഞ്ഞിട്ട്. പ്ലീസ് കണക്ട് യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് വിത്ത് എ USB കേബിൾ ആൻഡ് എനേബിൾ USB ഡീബഗ്ഗിങ് ഓൺ ആൻഡ്രോയിഡ്. അപ്പോൾ ഓൾറെഡി ഞാൻ USB ഡീബഗ്ഗിങ് എനേബിൾഡ് ആണ്. ഇനി USB ഡീബഗ്ഗിങ് നിങ്ങൾക്ക് എങ്ങനെ എനേബിൾ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങളുടെ എബൌട്ട് ഫോണിലേക്ക് പോവുക. അതിനകത്ത് ബിൽഡ് നമ്പറിൽ 7 തവണ കുത്തുക, 1 2 3 4 5 6 7. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെവലപ്പർ മോഡ് ഓൺ ആവും. ഡെവലപ്പർ മോഡിൻ്റെ അത് USB ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിനെ ജസ്റ്റ് എനേബിൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഫോൺ കണക്ട് ചെയ്തു കേട്ടോ. കണക്ട് ചെയ്തപ്പോൾ ഇവിടെ അത് ഡിറ്റക്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, USBയുടെ കേബിൾ നിങ്ങൾ ഇതിൻ്റെ മൂട്ടി കുത്തിയിട്ട് കണക്ട് ചെയ്ത് വെക്കുമല്ലോ. കണക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ട് അല്ലെങ്കിൽ സ്ക്രീനിലായിട്ട് ഒരു അലോ ബട്ടൺ കൊടുക്കേണ്ടി വരും. അതെങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ അലോ കൊടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഫുൾ ഡിസ്പ്ലേ പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ കുറച്ച് ഡിസ്പ്ലേ ഉണ്ട്, ടച്ചൊക്കെ വർക്കാവുമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി നടക്കും. ജസ്റ്റ് അലോ കൊടുക്കുക. ഏകദേശം ഒരു ഐഡിയ വെച്ച് ഞാനൊരു അലോ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിനെ ഞാനിവിടെ വെച്ചിരിക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടോ? ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൂത്രം സംഭവിക്കും. അതായത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് കംപ്ലീറ്റ്ലി നമ്മുടെ ലാപ്ടോപ്പിൽ കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് ലാപ്ടോപ്പിൽ കാണുക മാത്രമല്ല, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മൗസ് ഉപയോഗിച്ച് ലാപ്ടോപ്പ് ഉപയോഗിച്ച് അത് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. ഇതാ കണ്ടോ, സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് വ്യൂവിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിലേക്ക് പോകാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ
ഞാൻ സെറ്റിങ്സിലേക്ക് പോയി സെറ്റിങ്സിൽ പോയിട്ട് എനിക്കെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എബൌട്ട് ഫോണിൽ പോയി എബൌട്ട് ഫോണിൽ നോക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈവൻ എനിക്ക് ക്യാമറ വരെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ക്യാമറ ഞാൻ ആക്സസ് ചെയ്തത്. അതുപോലെ തന്നെ ഫ്രണ്ട് സെൽഫി ക്യാമറയും എനിക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് എൻ്റെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഷട്ടർ ബട്ടണൊന്നും കാണാൻ പറ്റില്ല, ഷട്ടർ ബട്ടണൊന്നും ഇല്ല. പക്ഷേ ഈ ലാപ്ടോപ്പ് വഴി എനിക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ കാണിച്ചു തരാം. കണ്ടോ, ഫോട്ടോ എടുക്കാം, എല്ലാ പരിപാടികളും നടക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള എല്ലാ ഡേറ്റാസും നിങ്ങൾക്ക് ഇതേപോലെ കോപ്പി ചെയ്ത് വേറൊരു ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് വേറെ കുറച്ച് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ സ്ക്രീനിനെ മൊത്തത്തിൽ ഒപ്റ്റിമലായിട്ട്, അതായത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനുമായിട്ട് അലൈൻ ചെയ്യാനായിട്ട് പറ്റും, പിൻ ചെയ്ത് വെക്കാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും, മാക്സിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വേർഷൻ പർച്ചേസ് ചെയ്താലാണ് ഇതിൻ്റെ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ പോവുക. വാട്ടർമാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വേർഷൻ വാങ്ങാം. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. ഇതിലാണ് വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. നിങ്ങളിപ്പോൾ ഫോണിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളാവട്ടെ, അല്ലെങ്കിൽ ഫോണിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളാവട്ടെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ആപ്പ് നിങ്ങളുടെ ഒരു കോൺഫറൻസിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഓരോ കാര്യങ്ങളും. അതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഈവൻ നിങ്ങൾ ഗെയിം കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഗെയിം കളിച്ചതിന് ശേഷം അതിനെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഗെയിം കളിക്കാനായിട്ട് എൻ്റെ ഈ ഫോണിൻ്റെ അകത്ത് അവസ്ഥയില്ല. ഈ സ്ക്രീൻ ഷെയറും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ തമ്മിലുള്ള ഡിലേ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. റിയൽ ടൈം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന സമയത്തും അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, ഞാൻ എപ്പോഴാണോ ഇതിനകത്ത് ടച്ച് ചെയ്യുന്നത് അതേ സമയം തന്നെ നമ്മുടെ ലാപ്ടോപ്പ് സ്ക്രീനിൻ്റെ അകത്തും കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇനിയുള്ളത് സ്ക്രീൻ ഓഫ് മിററിങ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് സ്ക്രീനിൽ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ, അതേപോലെ തന്നെ എൻ്റെ സ്മാർട്ട് ഫോൺ ഓണായിട്ടാണ് ഇരിക്കുന്നത്. സ്മാർട്ട് ഫോൺ നമുക്ക് ഓഫ് ചെയ്തുകൊണ്ട് മിറർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിച്ച് മാത്രം ആക്സസ് ചെയ്യാം. കാരണം നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫീച്ചറാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കൊള്ളാം. പിന്നീട് വരുന്ന ഫീച്ചർ നമ്മുടെ സ്ക്രീൻ ലോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ഫോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ടച്ചൊന്നും വർക്ക് ആവില്ല എന്നുള്ളതാണ് ആ സ്ക്രീൻ ലോക്ക് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഞാൻ വേണമെങ്കിൽ ഒരു ഗെയിം എടുത്ത് കാണിച്ചു തരാം. എനിക്ക് ഇനി ലാപ്ടോപ്പ് വഴിയാ ഗെയിം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു ഗെയിം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാ കണ്ടോ, നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള ഗെയിമിനെ മൊത്തത്തിൽ നമ്മുടെ ലാപ്ടോപ്പിൽ കളിക്കാനായിട്ട് പറ്റും. അതാണ് കണ്ടോ, ഫുൾ സ്ക്രീനിലൊക്കെ കളിക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഗെയിമുകൾ ഈസി ആയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മൗസ് ഉപയോഗിച്ച് തന്നെ കളിക്കാനൊക്കെ സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എനിക്ക് കുറേ കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഇതിൻ്റെ വെബ് ക്യാം എങ്ങനെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിനെ വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ടെനോഷെയറിൻ്റെ ഫോൺ മിറർ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, എല്ലാ സിറ്റുവേഷനിലും ഇത് വർക്കാവത്തൊന്നുമില്ല, എല്ലാ സിറ്റുവേഷനിലും വർക്കാവില്ല. എന്നാൽ കുറേ സിറ്റുവേഷനിലൊക്കെ ഇത് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. കാരണം നിങ്ങളുടെ ഫോണിന് ആക്സസ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇതേപോലെയൊക്കെ പാതി അണഞ്ഞ തൂങ്ങിയ കുറച്ച് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ദീപാവലിക്ക് ഇത് കൊണ്ട് വെച്ചാൽ മതി. എപ്പോൾ വേണോ പൊട്ടിത്തെറിക്കാമെന്നുള്ള സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഭയങ്കര ചൂടുമാവുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന, ദാരുണമായ സ്റ്റേജിലിരിക്കുന്ന ഫോണുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും അത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പൈസ കിട്ടുന്നത് വരെയൊക്കെ വാട്സപ്പ് യൂസ് ചെയ്യാനൊക്കെ ഇങ്ങനെയൊക്കെ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ലാഗായി പോയെന്ന് എനിക്കറിയാം, കുറച്ച് ലാഗായി പോയി. പിന്നെ ഇതിനകത്ത് എന്തോന്ന് എക്സൈറ്റ്മെൻ്റ് ആണുള്ളത്. ഞാൻ ഈ ഫോൺ കാണപ്പോൾ നെഞ്ചിൻ്റെ അകത്തൊരു വേദനയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ, താങ്ക് യു.